ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ന്യൂസ് പേപ്പറും പ്ലാസ്റ്റിക് കവറുകളുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് റോളാണ്. അപ്പം നമ്മൾ ന്യൂസ് പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ മടക്കിലൂടെ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് റോൾ ചെയ്തെടുക്കണം. നമ്മൾ ഇന്ന് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ വേസ് ആണ് ചെയ്തെടുക്കുന്നത്. ന്യൂസ് പേപ്പർ വെച്ച് നമുക്ക് ഇതുപോലെ കുറേ എണ്ണം റോൾ ചെയ്തെടുക്കണം. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിന്റെ അടിവശം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് വീതി കുറഞ്ഞ പീസുകൾ ഇതുപോലെ അതിൽ നിന്ന് കട്ട് ചെയ്ത് വെക്കാം. വളരെ സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് ഓരോന്ന് നിവർത്തി വെക്കാം. ഇത് നമുക്ക് ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഇതിലേക്ക് ചുറ്റിയെടുക്കാനുള്ളതാണ്. അപ്പം നമുക്കിതിൽ ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ചുറ്റി കൊടുക്കാം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മൾ ഒരു തവണ കൂടെ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് ഇതിന് മുകളിലായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത പ്ലാസ്റ്റിക് കവറിന്റെ പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതും കൂടെ നമുക്ക് അതിലേക്കൊന്ന് ചുറ്റി കൊടുക്കാം. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പൊ ഇതാ നമ്മളിവിടെ ഇത്രയും ചെയ്തെടുത്തു. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റെഡ് കളർ പ്ലാസ്റ്റിക് കവറും നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതെല്ലാം കട്ട് ചെയ്ത് ഒപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. അതുപോലെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ ഇതുപോലെ അതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ കാർഡ്ബോർഡ് റോള് കുറച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ ഒരു കത്തി വെച്ച് നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിന്റെ താഴെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിന്റെ പീസ് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മളിതിന്റെ താഴെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കതിന് ചുറ്റുമുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ നമ്മളതിന്റെ ചുറ്റുമുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെയാണ് നമുക്കതിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള റെഡ് കളറും വൈറ്റ് കളറും ഒന്നിടവിട്ട് നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ റെഡ് കളറാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് വൈറ്റ് കളർ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. പലതരത്തിലുള്ള പാഴ്വസ്തുക്കൾ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ചെണ്ണം കൂടെ ഒട്ടിച്ചെടുക്കാനുണ്ട്. ഇപ്പം നമ്മളതിൽ മുഴുവനായും ഒട്ടിച്ചെടുത്തു. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിന്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തത് ഇളകി പോരാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ നമ്മളത് ഇതുപോലെയാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് 2 എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ അതിന്റെ മുകളിൽ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് അടുത്തത് ഇതിന്റെ താഴെ ഒട്ടിച്ചെടുക്കണം. അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ഇതുപോലെ ഒരു ഫ്ലവർ വേസ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലവർ വേസ് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പൊ നമ്മുടെ ചാനലിൽ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ പൂക്കളാണ് നമ്മൾ അതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നത്. അന്ന് നമ്മളിതൊരു ഗ്ലാസ്സിലാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ നമ്മൾ അതെല്ലാം അതിനകത്തേക്ക് വെച്ചു കൊടുത്തു. നമ്മൾ അതിനകത്തേക്ക് തെർമോക്കോളിന്റെ പീസ് വെച്ചു കൊടുത്തതിന് ശേഷമാണ് പൂക്കളെല്ലാം അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത്.
ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.